ഇത് വളാഞ്ചേരി നഗര മേഖലയാണ്. ഒറ്റ നോട്ടത്തിൽ ശാന്തമാണ്, പക്ഷേ അപകടം നിറഞ്ഞ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെ പതിയിരിക്കുന്നു ഇവിടെ. അത് പ്രേക്ഷകർക്കായി മാതൃഭൂമി ന്യൂസ് ഒന്ന് കാണിക്കുകയാണ്. മെയിൻ റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രം മാറി കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതിനുള്ളിലേക്കാണ് നമ്മൾ വരുന്നത്. ഒരു സിറഞ്ചിലൂടെ 10 പേർക്ക് HIV ബാധിച്ചെന്ന ഞെട്ടിക്കുന്ന വാർത്ത കേട്ട വളാഞ്ചേരിയിലെ നഗരമധ്യത്തിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ പ്രദേശത്ത് ധാരാളം സിറഞ്ചിൻ്റെ കവറുകൾ കാണാം, പാക്കറ്റുകൾ കാണാം. കാട് പോലുള്ള ഈ മേഖലയിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാ ഇങ്ങനെ വള്ളിച്ചെടികൾ പടർന്നു കിടന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടായുള്ള ഒരു മേഖലയാണ്. ഇതാണ് ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രധാന കേന്ദ്രം. നിറയെ സിറഞ്ചുകളാണ് നമ്മൾ കാണുന്നത്. സിറഞ്ചുകളും ഒപ്പം തന്നെ സിറഞ്ചിൻ്റെ കവറുകളും രാസലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെ പുകയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഹെറോയിനും ബ്രൗൺ ഷുഗറും ഉൾപ്പെടെ സൂക്ഷിക്കുന്ന ഡപ്പകൾ. പട്ടാപകൽ സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു ശാന്തമായ പ്രതീതിയാണ്. ഇരുട്ട് നിറഞ്ഞ പോലുള്ള പ്രദേശമാണ്. അവരുടെ ലഹരി ഉപയോഗിക്കുന്നവരുടെ കേന്ദ്രമായി ഉള്ള ഒരു പ്രദേശത്തുള്ള കാഴ്ചയാണ് നമ്മൾ വളാഞ്ചേരി നഗരത്തിൽ ഒരു പട്ടാപകൽ സമയത്ത് നിന്ന് കാണുന്നത്. ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത കേട്ടതിന് പിന്നാലെയും പ്രദേശവാസികളുടെ ആദി ഒഴിയുന്നില്ല. നഗരമധ്യത്തിലും വിദ്യാലയങ്ങൾക്കടുത്തുമെല്ലാമുള്ള ലഹരി താവളങ്ങൾ നാട്ടുകാരെ ആശങ്കയിലാക്കുന്നു. കുറച്ച് രൂക്ഷമാണ് എന്ന്, കാരണം കുട്ടികളൊക്കെ ഇത് മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്ന് CCTVയിലൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ നിന്ന് മൊത്തം ഒരു സെർച്ച് ചെയ്തിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ എയ്ഡ്സ് പേഷ്യൻ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ സിറിഞ്ച് ഉപയോഗിക്കുന്ന മേഖലകൾ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തു. കുറേ ഇതുപോലെ സിറിഞ്ചുകൾ കാര്യങ്ങളൊക്കെ കിട്ടി. പോലീസിനും എക്സൈസിനൊക്കെ ഇൻഫോം ചെയ്തു. സത്യത്തിൽ ഇത് അന്യസംസ്ഥാന തൊഴിലാളികൾ കൊണ്ടുവരുന്നതാണെങ്കിലും അവർ പിടിക്കപ്പെട്ടാൽ നിയമത്തിൻ്റെ ഊരാക്കുടുകൾ, ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ അവരെ പോലീസ് അല്ലെ എക്സൈസ് അവരെ റിമാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. ലഹരി താവളങ്ങൾ ഇല്ലായ്മ ചെയ്ത് ജാഗ്രതയോടെ പ്രതിരോധിക്കുകയാണ് നാട്ടുകാരുടെ ലക്ഷ്യം. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകൾ ഇവർ സംഘം ചേർന്ന് ആക്രമിക്കുക, അതിന് പിന്നെ ഈ വരുന്ന ആളുകളെ ആക്രമിക്കാൻ വരിക, ഇങ്ങനത്തെ രീതികളൊക്കെയാണ് ഈ ടീം ചെയ്യുന്നത്. ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായി വളാഞ്ചേരി ടൗണിൽ കുറച്ച് ആളുകൾ ചേർന്ന് ജനകീയ ജാഗ്രതാ സമിതി രൂപീകരിച്ച് അതിൻ്റെ ചില പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വന്നപ്പോൾ അവർ ഈ ഭാഗത്തു നിന്ന് ബസ് സ്റ്റാൻഡിൻ്റെ പിറകുവശത്ത് നിന്ന് ഒന്ന് മാറിയിട്ടുണ്ട്. അതേസമയം മറ്റ് ടൗണിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ ഇവർ ഈ വിൽപ്പനയിൽ ഉപയോഗം നടത്തുന്നതെന്നാണ് കിട്ടിയ വിവരം. നിലവിൽ 10 പേർക്കാണ് ഒരേ സിറിഞ്ചിലൂടെയുള്ള ലഹരി ഉപയോഗത്തിലൂടെ HIV പടർന്നത്. ഇത് വളാഞ്ചേരിയിലെയോ മലപ്പുറത്തെയോ മാത്രം കണക്കാകില്ലെന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞവശേഷിപ്പിക്കുന്നത്. ലഹരിയുടെ വിപത്ത്, അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് എത്രത്തോളം ഗൗരവതരമാണെന്നുള്ളതാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന മുന്നറിയിപ്പ്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.